وسيرة خير الأنام لنا كغيث هما للدنا واستقر. عليه الصلاة عليه السلام خليل الإله وخير البشر. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وحده والصلاة والسلام على سيدنا محمد الذي لا نبي بعده وعلى آله وصحبه الموفين عهده. أما بعد. മഹാനായ ഇമാം ഖാദി അയ്യാദ് റഹിമഹുല്ലാ അവരുടെ കിതാബ് ഷിഫ പഠന പരമ്പരയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അബുദാബി സുന്നി സെന്ററും അബുദാബി SKSSF-ഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ വൈജ്ഞാനിക വിരുന്നിൽ കിതാബ് ഷിഫ പഠന പരമ്പരയിൽ 22ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഇന്നുള്ളത്. മഹാനായ ഇമാം ഖാദി അയ്യാദ് അദ്ദേഹത്തിന്റെ കിതാബ് ഷിഫയിൽ ഒരു ഫസ്ൽ രേഖപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അതിൽ ഫസ്ലുൻ ഫി ഹയാഇൽ മൗത വ കലാമിഹിം വ കലാമി സുബിയാനി വൽ മറാദിഇ വ ഷഹാദതിഹിം ലഹു ബിന്നുബുവ്വ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഈ ഉപശീർഷകത്തിന്റെ പേര്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽപ്പെട്ട ഈ ഇനം മുഅ്ജിസാത്താണ്. മരിച്ചുപോയവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, ഇഹ്യാ ഉൽ മൗത, മരിച്ചവർക്ക് പുനർജന്മം കൊടുക്കുക, വകലാമുഹും വകലാമിഹിം, അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ അവർ സംസാരിക്കുക, വകലാമി സുബിയാൻ, ചെറിയ കുഞ്ഞുമക്കൾ, സംസാരപ്രായം എത്തിയിട്ടില്ലാത്ത കുഞ്ഞുമക്കളുടെ സംസാരങ്ങൾ, വൽ മറാദിഅ എന്ന് പറഞ്ഞാൽ മുലകൂടി പ്രായത്തിലുള്ള മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, വശഹാദതിഹിം ലഹു ബിന്നുബുവ്വ, അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന് സത്യസാക്ഷ്യം വഹിക്കുക. ഇതൊക്കെയാണ് ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ. അതിലെ അനേകം സംഭവങ്ങൾ ഖാദി അയ്യാദ് തങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിലെ ചില സാമ്പിളുകൾ മാത്രമാണ് നമ്മൾ ഈ പഠന പരമ്പരയിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഹദീസിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, അൻ ഫഹദ് ബിൻ ആതിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉതിയ ബിസബിയ്യിൻ ഖദ് ശബ്ബ ലം യതകല്ലം ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടി കുറച്ചൊക്കെ പ്രായമായിട്ടുണ്ട്, യുവാവായിക്കൊണ്ടിരിക്കുകയാണ്, ബാല്യ കൗമാര പ്രായത്തിലൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇതുവരെ ജനിച്ച ശേഷം സംസാരിച്ചിട്ടേ ഇല്ല കുട്ടി. ആ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ഫഖാല, നബി തങ്ങൾ ചോദിച്ചു, മൻ അന, ഞാൻ ആരാണെന്ന് ആ കുട്ടിയോട് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹ്, ആ കുട്ടി പറഞ്ഞു, റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ ദൂതരാണ്. അതുവരെ സംസാരിക്കാത്ത കുട്ടിയാണ്, അത് മുഅ്ജിസത്താണല്ലോ നബി തങ്ങളുടെ. അതുപോലെ മറ്റൊരു സംഭവം പറയാം, റഅയ്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജബ, ഒരു അത്ഭുതം കണ്ടു എന്ന് പറയാൻ മുആരിദ് ബിൻ മുആയിഖ് എന്നവർ പറയാൻ, ജിഅ ബിസബിയ്യിൻ, ഒരു കുട്ടിയെ കൊണ്ടുവരപ്പെട്ടു, യൗമ ഉലിദ, ജനിച്ച ദിവസം എന്ന് പറഞ്ഞാൽ ന്യൂ ബോൺ ബേബിയാണ്, ജനിച്ച അന്നാ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഇതേപോലെ സംഭവം ഉണ്ടായി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു, മന്നാന, ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ ദൂതരാണെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിലൊന്നും അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല, ഇതൊന്നും യുക്തി കൊണ്ട് അളക്കേണ്ടതല്ല. ഖുർആൻ സ്ഥാപിച്ച മുഅ്ജിസത്തുകളിൽപ്പെട്ടതാണ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ മഹദി സബിയ, അഥവാ ചെറിയ കുഞ്ഞായിരിക്കുമ്പോ, അത് തൊട്ടിയിലായിരിക്കുമ്പോൾ, എന്ന് മാത്രമല്ല പ്രസവിച്ച ഉടനെ മറിയം ബി റളിയല്ലാഹു തആല അൻഹായെ ആ നാട്ടുകാർ അവരെ പലതും പറഞ്ഞു, വളരെ മോശപ്പെട്ട രൂപത്തിൽ അസഭ്യ വാക്കുകൾ കൊണ്ടൊക്കെ അവരെ ഫലിച്ചപ്പോ, ചീത്ത പറഞ്ഞപ്പോ, കുഞ്ഞാണല്ലോ സംസാരിച്ചത്, ആ നവജാത ശിശുവാണല്ലോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബി അലൈഹി സ്വലാം സംസാരിച്ചതൊക്കെ ആ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. ഈസാ നബിയുടെ മുഅ്ജിസാത്തുകളാണെങ്കിൽ, ഈസാ നബിയുടെ ജീവിതത്തിലുള്ള മുഅ്ജിസത്തുകളാണെങ്കിൽ, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള മുഅ്ജിസാത്തുകൾ, അതിലപ്പുറമുള്ള മുഅ്ജിസാത്തുകൾ ഉണ്ടാവുമല്ലോ. ബഹുവ ഹദീസ് മുബാറക്. ഇനി മറ്റൊരു ഹദീസാണ് മുബാറക്കുൽ യമാമ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചുള്ള ഒരു സംഭവം. ആരാ മുബാറക്കുൽ യമാമ? അതാ പറഞ്ഞത്. ആ മുബാറക്കുൽ യമാമ എന്ന പേരിൽ അറിയപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുഞ്ഞിന് തീരെ സംസാരിക്കാതിരുന്ന ആ കുട്ടി ജനിച്ച അന്ന് നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടപ്പോ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖ്ത ബാറക്കല്ലാഹു ഫീക്, ഈ കുഞ്ഞെ നീ പറഞ്ഞത് സത്യമാണ്, ഞാൻ അള്ളാഹുവിന്റെ ദൂതർ തന്നെയാണ്, അള്ളാഹു നിന്നിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ആ കുട്ടി പിന്നെ ഒരുപാട് കാലം സംസാരിച്ചില്ല, പിന്നീട് സംസാരിച്ചു. മുബാറക്കൽ യമാമ, ആ കുഞ്ഞ് ജനിച്ച അന്ന് സംസാരിച്ചതിൽ പിന്നെ സ്ഥിരമായി സംസാരിക്കുന്ന കുട്ടിയല്ല, അന്ന് സംസാരിച്ചു, ഒരു അത്ഭുതം. പിന്നെ ആ സംസാരപ്രായം എത്തിയപ്പോഴാണ് പിന്നെ സംസാരിച്ചു തുടങ്ങിയത്.
ഫഖാന യുസമ്മാ മുബാറകൽ യമാമ, അതിനുശേഷം ആ കുഞ്ഞിന് മുബാറക്കുൽ യമാമ എന്ന് പേര് വിളിക്കപ്പെട്ടു. ഇത് ഹജ്ജത്തുൽ വിദാവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവം നടന്നത് എന്നും ചരിത്രം രേഖപ്പെടുത്തുക. അതുപോലെ മറ്റൊരു സംഭവം, ഹസൻ എന്ന റജുലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത വലിയ ഒരു അനർത്ഥം, വലിയ ഒരു അക്രമ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ആ ഖേദപ്രകടനം നടത്തിക്കൊണ്ട് പറയാണ്, ഞാൻ തന്റെ കുഞ്ഞിനെ ഇന്നാലിന്ന ഫി വാദി കഥാ വ കഥ, ഇന്നാലിന്ന മലഞ്ചെരുവിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടുണ്ട്. അന്ന് പെൺകുഞ്ഞായി പിറന്നാൽ കുഞ്ഞിനെ വൈദാ ബുശ്റ അഹദുഹും ബിൽ ഉൻസാ ദല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്റ ബി അയുംസികുഹു അലാ ഹൂൻ അം യദുസ്സുഹു ഫി തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അഥവാ ജാഹിലിയ കാലഘട്ടത്തിലെ മക്കക്കാരുടെ അറബികളിലെ ചില ഗോത്രങ്ങൾ ചെയ്തിരുന്ന ഒരു വലിയ അക്രമമായിരുന്നു അത്. കുഞ്ഞ് ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ആ കുട്ടിയെ കുഴിച്ചു മൂടുകയോ കൊണ്ടുപോയി വലിച്ചെറിയുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. താഴ്വാരങ്ങളിൽ അതുപോലെ പൊട്ടങ്കിണവുകളിൽ ഒക്കെ കുഞ്ഞുങ്ങളെ വലിച്ചെറിയും, പെൺകുഞ്ഞുങ്ങളെ. കാരണം പെൺകുഞ്ഞ് ജനിക്കല്ലെന്ന് അയബും ആറും വലിയ ഒരു മാനക്കേടുമായി കണ്ടിരുന്ന ക്രമമാണ്. അപ്പൊ അങ്ങനെ തന്റെ ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് കുഞ്ഞിനെ അങ്ങനെ എറിഞ്ഞ സംഭവം ആ പിതാവ് വന്നുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞു. എപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഒരു മുഅ്ജിസത്ത് ഉണ്ടാവുകയാണ്. ഫന്തലഖ മഅഹു ഇലൽ വാദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന്റെ കൂടെ ആ വാദിയിലേക്ക് പോയി. വനാദഹാ ബിസ്മിഹാ, ആ കുഞ്ഞിന്റെ പേര് അഥവാ കുഞ്ഞിന്റെ വാപ്പായോട് ചോദിച്ചു കുഞ്ഞിന്റെ പേരെന്താന്ന് ചോദിച്ചു. പേര് പറഞ്ഞു കൊടുത്തപ്പോൾ ആ പേര് വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഫലാനത്തു അജീബി ബിഇദ്നില്ലാഹ്, എന്നോ ആ കുഞ്ഞിനെ എറിഞ്ഞതാണ്, ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. അതാണ് ആ പിതാവ് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ വിളിച്ചപ്പോ ഫഖറജത്, ആ കുഞ്ഞിന് തിരിച്ചു വന്നു. അപ്പൊ മരിച്ചുപോയിരുന്ന കുട്ടി തിരിച്ചു വന്നു. വഹിയ തഖൂലു ലബ്ബൈക വസഅദൈക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിയാളത്തിന് ഉത്തരം നൽകുകയാണ്. ലബ്ബൈക വസഅദൈക, നബി തങ്ങളുടെ ആ വിളിയാളത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ആ കുഞ്ഞ് കയറി വരികയാണ്. ഫഖാല ലഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനോട് പറഞ്ഞു, ഇന്ന അബവൈക ഖദ് അസ്ലമാ, പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്റെ മാതാപിതാക്കൾ അവർ ജാഹിലിയ കാലഘട്ടത്തിലായിരുന്നപ്പോഴാണ് നിന്നെ അവിടെ വലിച്ചെറിഞ്ഞത്. ഇന്നവർ മുസ്ലിമീങ്ങളാണ്. ഖദ് അസ്ലമാ ഫഇൻ ഹബബ്തി അൻ അറുദ്ദകി അലൈഹിമാ, അപ്പൊ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന അവരുടെ നിന്റെ മാതാപിതാക്കളിലേക്ക് തന്നെ നിന്നെ എത്തിക്കാം. ഫൈൻ അഹ്ബബ്തി അൻ അറുദ്ദകി അലൈഹിമ, നിന്റെ മാതാപിതാക്കൾ ഇന്ന് മുസ്ലിമീങ്ങളാണ്, ഞാൻ അവരുടെ അടുക്കലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടാക്കി തരാം. ഖാലത്ത്, അപ്പൊ കുഞ്ഞു പറയാ, ലാ ഹാജത ലീ ഫീഹിമ, എനിക്കിനി അവരെ വേണ്ട. ലാ ഹാജത ലീ ഫീഹിമ, എനിക്ക് എന്റെ മാതാപിതാക്കളിൽ ഇനി ഒരു ആവശ്യവുമില്ല. വജത്തുല്ലാഹ ലീ ഖൈറൻ ലീ മിൻഹുമാ, എന്റെ പിതാവ് എന്നെ ഈ താഴ്വാരത്തിൽ എറിഞ്ഞ് എന്നെ കൊന്നു കളഞ്ഞപ്പോൾ ഞാൻ അള്ളാഹനെ കണ്ടുമുട്ടി. അപ്പൊ അള്ളാഹു തആലയായ ഞാൻ ഇവരെക്കാൾ എന്റെ മാതാപിതാക്കളെക്കാൾ ഞാൻ എനിക്ക് ഏറ്റവും ഉത്തമനായി ഏറ്റവും വേണ്ടപ്പെട്ടവനായി അള്ളാഹനെ ഞാൻ കണ്ടു. എനിക്ക് അള്ളാഹ് എടുക്കലാണ് സുഖം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുഞ്ഞിന് തിരിച്ചു വരാൻ, ഭൗതിക ലോകത്തേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആ കുഞ്ഞ് തയ്യാറായില്ല. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സംസാരിച്ചു. അവിടെ മുഅ്ജിസത്ത് വാൻ അനസ് റളിയല്ലാഹു അൻഹു ശാബം മിനൽ അൻസാരി തൂഫിയ വലഹു ഉമ്മുൻ നജൂസുൻ നമിയ, അനസ് റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അൻസാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അൻസാരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന് വളരെ പ്രായമായ ഒരു വൃദ്ധയായ മാതാവുണ്ട്, അമിയ, കണ്ണും കണ്ടുകൂടാ. അപ്പോ ആ കുഞ്ഞിന് എന്ത് ചെയ്തു, അവര് ആ മരിച്ചുപോയ കുഞ്ഞിനെ മൂടി, അതായത് യുവാവിനെ, ആ ചെറുപ്പക്കാരനെ ഫസജ്ജൈനാഹു, അതാ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തിനെ മൂടി വെക്കുമല്ലോ ഒരു തുണി കൊണ്ട് എന്നർത്ഥം. വഅസ്സൈനാഹ, മാതാവിനോട് ഞങ്ങൾ അനുശോചനം അറിയിച്ചു, അങ്ങയുടെ കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് അന്ധയായ വൃദ്ധയായ മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു. ഫഖാലത്ത്, അവർ പറഞ്ഞു, മാതബനി, എന്റെ കുഞ്ഞ് മരിച്ചോ എന്ന് ചോദിച്ചു. ഖുൽനാൻ അഹമ്മദ്, നിങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഖാലത്ത് അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നി ഹാജർതു ഇലൈക വഇലാ റസൂലിക റജാഅൻ തുഇനനി അലാ കുല്ലി ശിദ്ദ ഫലാ തഹ്മിലന്ന അലാ ഹാദിഹിൽ മുസീബ, അല്ലാഹുവേ ഞാൻ ഹിജ്റ ചെയ്തു നിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയാം, അല്ലാഹുവേ നിനക്കറിയാമല്ലോ അതൊക്കെ, അതുകൊണ്ട് ഈ മുസീബത്ത് എന്റെ മേൽ നീ കെട്ടിവെക്കരുത്, എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ വലിയ മുസീബത്ത്, ഈ പരീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞ്, ആ മാതാവ് വല്ലാതെ പ്രാർത്ഥിച്ചപ്പോ ഫമാ വരിഹന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളിൽ ഉണ്ടായ ഒരു മുഅ്ജിസത്താണ്. വല്ലാതെ വൈകാതെ തന്നെ തങ്ങളുടെ ഒരു മുഅ്ജിസത്താണല്ലോ സഹാബികളിൽ ഉണ്ടാകുന്ന ഈ അത്ഭുത സംഭവം. അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ ആ കുഞ്ഞിന്റെ മുഖത്തുണ്ടായിരുന്ന ആ തുണി ഒന്ന് മാറ്റി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞപ്പോഴാണ് ഫമാ ബരിഹന കശഫ സൗബഅൻ വജ്ഹി ഫതൈമ വതൈംന, ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ, ആ കുഞ്ഞും ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. മരിച്ചു കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ, ആ യുവാവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ്. നബിതങ്ങൾ ആ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുഖത്തുണ്ടായിരുന്ന ഫസജ്ജൈന എന്ന് പറഞ്ഞല്ലോ, ആ വസ്ത്രം മാറ്റിയപ്പോ ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു, ജീവൻ വെച്ചു. ഫതൈമ വതൈംന, ഭക്ഷണം കഴിച്ചു.
وروي عن عبد الله بن عبيد الله الأنصاري كنت في من دفن ثابت بن قيس بن شماس. അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉബൈദില്ലാഹി അൻസാരി എന്ന് പറഞ്ഞ സഹാബി പറയാണ്, ഞാൻ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് എന്ന് പറഞ്ഞ സഹാബിയെ യമാമയിൽ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ദഫൻ ചെയ്ത കൂട്ടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹം യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹത്തെ ഖബറിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ഞങ്ങൾ കേട്ടു അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയാം, മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കർ, യമാമ യുദ്ധം എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണല്ലോ, ഖിലാഫത്ത് കാലഘട്ടത്തിലാണല്ലോ സംഭവിച്ചത്. റസൂലുള്ളാഹിന്റെ കാലശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണല്ലോ യമാമ യുദ്ധം. അപ്പോ യമാമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹം പറയാം, മുഹമ്മദുർ റസൂലുള്ളാഹ്, അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഷഹീദ്, ഉസ്മാനുൽ ബർറുർ റഹീം. ഇങ്ങനെ പറയാം. അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് റിസാലത്ത് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖാണ്, ഉമർ ഷഹീദുമാണ്, ഉസ്മാൻ ബർറും റഹീമുമാണ് എന്നൊക്കെ ഈ മരിച്ചുപോയ മനുഷ്യൻ പറയാം. ഫനദർന, അപ്പൊ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങൾ ഖബറിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ് മനുഷ്യനെ വിളിച്ചു പറയുന്നത്, ഈ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മയ്യത്ത് ഫൈദാഹു മയ്യിത്തുൻ. നമ്മൾ നോക്കിയപ്പോ അപ്പൊ നോക്കുമ്പോൾ മയ്യത്ത് തന്നെ, ആള് മരിച്ചിട്ടുണ്ട്, ജീവിച്ചിരിക്കൊന്നുമല്ല, മരിച്ചിട്ടുണ്ട്. മരിച്ച ശേഷമാണ് ഈ പറയുന്നതെന്ന് അർത്ഥം. വദുകിറാനി നുഅ്മാൻ ബിൻ ബഷീർ അന്ന സയ്യിദ് ബിൻ ഖാരിജ, നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു പറയാം, സയ്യിദ് ബിൻ ഖാരിജ എന്ന് പറഞ്ഞ മനുഷ്യൻ ഖർറ മയ്യിത്തൻ ഫി ബാദി അസ്ഖത്തിൽ മദീന, മദീനയിലെ ചില തെരുവീതികളിൽ എവിടെയൊന്നും അദ്ദേഹം മരിച്ചു വീണു. ഫറുഫിഅ വസുജ്ജിയ, അപ്പൊ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസ ഉയർത്തപ്പെട്ടു, അത് തുണി കൊണ്ട് മൂടപ്പെട്ടു. ഇത് സമയഹു, അപ്പോ ബൈനൽ ഇശാഇനി, അപ്പൊ ഇശാ മഗ്രിബിന്റെ ഇടയിൽ അവര് വിളിച്ചു പറയുന്നത് കേട്ടു. അഥവാ ഈ മയ്യത്ത് വന്നിസാഉ യസ്റുഹുന ഹൗലഹു, കുടുംബത്തിലെ പെണ്ണുങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വിലാപത്തെ തുടർന്ന് കരയാണ്, സങ്കടം രേഖപ്പെടുത്തുകയാണ്. അപ്പോഴാണ് മയ്യത്ത് വിളിച്ചു പറയുന്നത്. എന്താ പറയുന്നത്? അൻസിത്തു അൻസിത്തു, എല്ലാവരും മിണ്ടാതിരിക്കും, വെറുതെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കില്ലേ, കരയല്ലേ, മിണ്ടാതിരിക്കും എന്ന് പറയണം. അപ്പൊ എല്ലാവരും ബേജാറായി പോയി. അദ്ദേഹത്തിന്റെ മുഖത്ത് മൂടിയിട്ടിരുന്ന വസ്ത്രം നീക്കി. ഫഖാല, അപ്പൊ അദ്ദേഹം പറയാം, മുഹമ്മദുർ റസൂലുള്ളാഹിൽ ഉമ്മി വഖാതമുൻ നബിയ്യീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയായ നബിയാണ്, അവർ ഖാതമുൻ നബിയ്യീനുമാണ്, നബിമാരിൽ അന്ത്യ പ്രവാചകരുമാണ്. കാനദാലിക ഫിൽ കിതാബിൽ അവ്വൽ, മുൻ വേദ ഗ്രന്ഥങ്ങളിലൊക്കെ ആ വിഷയം ഉണ്ടായിട്ടുണ്ട്. തുമ്മ ഖാല സ്വദഖ സ്വദഖ, അത് പറഞ്ഞു പിന്നെ അദ്ദേഹം പറയാം, സ്വദഖ സ്വദഖ, അവർ പറഞ്ഞതൊക്കെ സത്യമാണ്. വദഖ അബൂബക്കർ വ ഉസ്മാന, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും പറഞ്ഞു, ഉസ്മാൻ തങ്ങളെ കുറിച്ചും പറഞ്ഞു. തുമ്മ ഖാല, പിന്നെ പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നും പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരേ കാര്യങ്ങൾ പറയാണ്. എന്ന ശേഷം മയ്യിത്തൻ കമാക്കാൻ, അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം മരണത്തിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇങ്ങനെ ഒരു സംഭവം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്താണ്. അവിടുത്തെ സഹാബത്തിന്റെ സംഭവത്തിലുണ്ടാകുന്ന കറാമത്തുകളും ഇതുപോലെ അനേക സംഭവങ്ങളുണ്ടല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസയുമായി പിന്നെ മഹാന്മാർ പറയുന്നത് മറ്റു കിതാബുകൾ, കിതാബ് ശിഫായിൽ നിന്നല്ല ഞാനിത് പറയുന്നത്. സാന്ദർഭികമായി ഒരു ചെറിയ സംഭവം പറയാം, ചെറുതല്ല, വലിയ സംഭവം ചെറുതാക്കി പറയാം, ചെറിയ വാക്കുകളിൽ പറയാന്നർത്ഥം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറ ഷരീഫയിലേക്ക് ദഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അദ്ഖുലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിന്റെ അടുക്കലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കൂ എന്നൊരു വിളിയാളം ഖബർ ഷരീഫിൽ നിന്ന് കേട്ടു, റസൂലുള്ളാഹിന്റെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേട്ടു എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ലോകത്ത്, മഹാന്മാരുടെ ലോകത്ത് ഇങ്ങനെയുള്ളതൊക്കെ സംഭവ്യമാണ്. അതുപോലെ അടുത്ത ഫസലിലേക്ക് പോകാം. ഫസലും ഫീ ഇബ്റാഹിൽ മർളാഹു ദവിൽ ആഹാത്ത്, അഥവാ രോഗികളെയൊക്കെ അത്ഭുതകരമാം വിധം അവർക്ക് ശിഫ, രോഗശമനം കൊടുക്കുക. അതുപോലെ വലിയ വലിയ പരിക്കുകളോ അല്ലെങ്കിൽ വലിയ ആഹാത്ത് എന്ന് പറഞ്ഞാൽ ഉദാഹരണം അന്ധത പോലെയുള്ള വലിയ വലിയ പിന്നെ ഡിസാബിലിറ്റീസ് ഒക്കെ ഉള്ള ആളുകളെ പെട്ടെന്ന് അവരെ പൂർണ്ണമായും അവരെ ആബിളാക്കുക എന്ന് പറഞ്ഞാൽ അവരെ പൂർണ്ണ ശേഷിയുള്ളവരാക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചത് അനേകമുണ്ട്. അതിൽപ്പെട്ട ഒന്ന് രണ്ടെണ്ണം പറയാൻ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യനാവിലു നിസ്സഹം, ഒരുപാട് മുഅ്ജിസാത്തുകളാണ്. അതിൽപ്പെട്ട ചില സംഭവങ്ങൾ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പലപ്പോഴും അമ്പ് തരുമായിരുന്നു, അതിന് മൂർച്ചയില്ലാത്ത, അതായത് സഹമു ലാ നസ്ല ലഹു, അമ്പിന് അതിന്റെ തലയിലും അതിന്റെ തലപ്പത്ത് മൂർച്ചയുള്ള അമ്പാണല്ലോ ശരിക്ക് ശത്രുക്കൾക്കെതിരെ അയ്യാൻ കഴിയുക. ആ അമ്പ് കൊണ്ട് അല്ലേ ഫലമുള്ളൂ. പക്ഷെ ഈ നസ്റില്ലാത്ത അമ്പുകളൊക്കെ തന്നിട്ട് എന്നോട് പറയും, വേറുമീ ഫഖദ് റമാ റസൂലുള്ളാഹി യൗമഇദിൻ ഖൗസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുമായി തന്നിട്ട് നിങ്ങൾ എറിഞ്ഞോളൂ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് കാര്യം ഉണ്ടാവും. അപ്പൊ ഈ ഫസലിൽ അദ്ദേഹം ഇത് മാത്രമല്ല ചർച്ച ചെയ്യുന്നത്, ഹെഡിങ്ങിന്റെ പേര് ഇബ്റാഹിൽ മർളാഹു ദവിൽ ആഹാത്ത് ആണെങ്കിലും അതുപോലെയുള്ള അതുമായി ബന്ധപ്പെട്ട പല മുഅ്ജിസാത്തുകളും ഇതിൽ ചർച്ച ചെയ്യണം. മറ്റേ ഹദീസിൽ പറയാണ്, ഖതാദത റളിയല്ലാഹു അൻഹു ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്നവരുടെ നിവേദനം. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ മുഖത്ത് യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ണിന് വല്ലാതെ പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ കണ്ണ് ഹത്താ വഖഅത അലാ വജ്നതിഹി, കണ്ണിങ്ങോട്ട് കണ്ണിൽ നിന്ന് പരിക്കേറ്റു എന്ന് മാത്രമല്ല, കണ്ണ് ആ സ്ഥാനത്തിൽ നിന്ന് വീണ് മുഖത്തേക്ക് കവളത്തേക്ക് തൂങ്ങി നിർത്താം. ഫറദ്ദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കണ്ണുകളെ യഥാസ്ഥാനത്തേക്ക് കൺകുഴികളിലേക്ക് തന്നെ മടക്കി വെച്ചു. ഫകാന തഹ്സന ഐനൈഹി,
അദ്ദേഹത്തിന്റെ ആ കണ്ണ്, 2 കണ്ണുകളിൽ ഒരു കണ്ണാണ് അന്ന് സംഭവിച്ചത്. എന്നാൽ ആ കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ആ തലസ്ഥാനത്തേക്ക് തന്നെ മടക്കി എന്ന് പറഞ്ഞല്ലോ. ആ കണ്ണായിരുന്നു അഹ്സന ഐനഹി. പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്ട കാലഘട്ടത്തിലെ, അദ്ദേഹത്തിന്റെ ആയുസ്സിൽ നിന്ന് ശിഷ്ട കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കണ്ണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാഴ്ചയും ഏറ്റവും നല്ല ആരോഗ്യവും ഒക്കെയുള്ള കണ്ണ് ആ കണ്ണായിരുന്നു എന്നാ. ഒരിക്കൽ കണ്ണ് ഇങ്ങോട്ട് താഴ്ന്നു വീണ് പരിക്ക് പറ്റി യുദ്ധത്തിൽ വെച്ച് കണ്ണ് കവളത്തേക്ക് വീണ കണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുകരം കൊണ്ട് ഉള്ളോട്ട് തള്ളിയപ്പോൾ ആ തലസ്ഥാനത്ത് വെച്ചപ്പോൾ എന്നർത്ഥം ആ കണ്ണായിരുന്നു പിന്നെ 2 കണ്ണുകളിൽ ഏറ്റവും ആരോഗ്യമുള്ള കാഴ്ചശേഷിയുള്ള കണ്ണ് എന്ന് ഖതാദ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അനുഭവം. അതുപോലെ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം ആസിം ഇബ്നു ഉമർ ഇബ്നു ഖതാദ അവരും പറയുന്നുണ്ട്. അതുപോലെ യസീദ് ഇബ്നു അയ്യാസും പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾ റിവായത്ത് ചെയ്യുന്ന, ഒരുപാട് സഹാബിമാർ സാക്ഷ്യപ്പെടുത്തിയ സംഭവമാണ്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവും ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു സംഭവം പറയാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് ഒരു അമ്പിന്റെ അടയാളം, ഒരു അമ്പിന്റെ പരിക്ക് വന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉമിനീര് പുരട്ടിയപ്പോ ഫീ യൗമി ദീഖറദ യുദ്ധത്തിൽ ഖാല ഫമാ ദറബ അലയ്യ വലാ ഖാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മുഅ്ജിസത്തിന്റെ കാരണമായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് പിന്നെ വളരെ നല്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് ആ പരിക്ക് പൂർണ്ണമായും മാറി എന്നർത്ഥം. അതിൽ ഒരിക്കലും പിന്നെ രക്തം വന്നില്ല എന്നർത്ഥം. കൈഹ് അഥവാ ചലം, രക്തം അതൊന്നും പിന്നെ ആ മുറിയിൽ നിന്ന് വന്നില്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും അദ്ദേഹത്തിന് ശിഫയായി. അദ്ദേഹത്തിന്റെ മുഖത്ത് വന്ന ആ പരിക്ക്, ആ മുറിവ്. ഇമാം നസായി റളിയല്ലാഹു അൻഹു റിവായത്ത് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നഅമ വറന്ധൻ, വളരെ അത്ഭുതാവഹമായ മറ്റൊരു സംഭവം പറയാം. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത്, അതുപോലെ നബിതങ്ങളെ ഇടയാക്കി തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന്റെയൊക്കെ ഫലം അത് വിശദീകരിക്കുന്ന ഒരു ഹദീസാണ്. ഇമാം നസായി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനമായ നഅമ വറന്ധൻ നഅമൻ ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഉദുല്ലാഹ് അൻ യക്ഷിഫ ലി അൻ ബസരി, എന്റെ കണ്ണിന് കാഴ്ച ശക്തി ഉണ്ടാവാൻ വേണ്ടി അല്ലാഹുവോട് അങ്ങൊന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു ആ സ്വഹാബി. ഖാല നബിതങ്ങൾ പറഞ്ഞു ഫന്തലിഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറയാം, എന്നാൽ നിങ്ങൾ കാര്യം ചെയ്യ്, നിങ്ങൾ പോവൂ, എന്നിട്ട് ഫതവല്ല ഒതുവെടുത്ത് വരൂ, സുമ്മ സല്ലി റകഅത്തൈനി, പിന്നെ 2 റകഅത്ത് നിസ്കരിക്കൂ. നിങ്ങൾ പോയി ഒതുവെടുത്ത് വന്ന് 2 റകഅത്ത് നിസ്കരിക്കൂ. സുമ്മ ഖുൽ, ആ 2 റകഅത്ത് നിസ്കാര ശേഷം ഇങ്ങനെ പറയൂ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക ബിനബിയ്യി മുഹമ്മദിൻ നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക അൻ യക്ഷിഫ അൻ ബസരി അല്ലാഹുമ്മ ശഫിഅഹു ഫിയ്യാ ഖാല ഫറജഅ വഖദ് കശഫല്ലാഹു അൻ ബസരിഹി. അത്ഭുതകരമായ സംഭവമാണ്. അപ്പൊ ആ വ്യക്തിയോട്, ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒതുവെടുത്ത് വരൂ, 2 റകഅത്ത് നിസ്കരിക്കൂ, എന്ന ശേഷം ഈ പ്രാർത്ഥന നിങ്ങൾ പറയൂ, ഞാൻ ഈ പറയുന്നത് പോലെ പറയൂ. പ്രാർത്ഥനയും നബി തങ്ങൾ ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, വതവജ്ജഹു ഇലൈക, നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യം ഉന്നയിക്കുന്നു, ബിനബിയ്യി, എന്റെ നബിയെ കൊണ്ട്, ബിനബിയ്യി, എന്റെ നബിയെ കൊണ്ട് എന്ന ആവശ്യം നിന്നിലേക്ക് ഞാൻ ഉന്നയിക്കുന്നു. തവസ്സുലാണല്ലോ അത്. ബി മുഹമ്മദിൻ നബിയ്യി മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, കാരുണ്യത്തിന്റെ ദൂതരായ, കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി, എന്റെ നബിയായ മുഹമ്മദ് നബിയെ മുൻനിർത്തി ഞാൻ നിന്നോട് ഒരാവശ്യം ഉന്നയിക്കുന്നു. എന്താ? എന്നിട്ട് പറയാം, യാ മുഹമ്മദ്, ഓ നബിയേ. നബി തങ്ങളോടാ പറയുന്നത്, യാ അല്ലാഹു ഒന്നും കൂടിയല്ല. യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയെ, ഇന്നി അതവജ്ജഹു ബിക, ഞാൻ അങ്ങയെ കൊണ്ട് മുന്നിടുന്നു, ഇലാ റബ്ബിക, അങ്ങയുടെ രക്ഷിതാവിലേക്ക്. അപ്പൊ ആദ്യം അല്ലാഹുവോട് തന്നെ പറയാണ്, നബിയ്യുർ റഹ്മയായ നബിയ്യുർ റഹ്മയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതേ പ്രാർത്ഥനയിൽ മറ്റു വാക്യങ്ങൾ പറയാം. ഓ മുഹമ്മദ് നബി, ഞാൻ അങ്ങയെ കൊണ്ട്, അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, ഉന്നയിക്കുന്നു, യക്ഷിഫാൻ ബസരി, എന്റെ കണ്ണിന് വന്ന ഈ ഒരു കാഴ്ചക്കുറവ് അല്ലെങ്കിൽ കാഴ്ചയില്ലായ്മ അത് എന്നിൽ നിന്ന് അകറ്റണം എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടണം എന്ന് ഞാൻ ചോദിക്കുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ശഫിഅഹു ഫിയ്യ, എന്റെ കാര്യത്തിൽ ഈ പ്രവാചകരെ, നിന്റെ നബിയെ നീ അവരുടെ ശുപാർശ സ്വീകരിക്കൂ എന്നർത്ഥം. ഖാല, പറയാണ് റാവി പറയാം, ഫറജഅ, റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയാം, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല പറയാണ്, ഖാല ഫറജഅ വഖദ് കശഫല്ലാഹു അൻ ബസരിഹി, അദ്ദേഹം ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചുപോയി, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ എല്ലാ കുഴപ്പവും അവസാനിച്ചു, കണ്ണിന് പൂർണ്ണമായ കാഴ്ച ശക്തി അല്ലാഹു തആല അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ള ഒരു അത്ഭുത സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണല്ലോ ഇത്. എന്ന് പറഞ്ഞ മഹാന്റെ സംഭവം പറയാ, അസാബഹു ഇസ്തിസ്ഖാ ഫബഅഥ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിയദിഹി ഹത്വതൻ മിനൽ അർദി ഫദഫഅ അലൈഹാ ثم أعطاها റസൂലഹു ഫഅഖദഹാ മുതഅജ്ജിബൻ യറാ അന്നഹു ഖദ് റുസിയ ബിഹി ഫഅബാഹു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം വിശദീകരിച്ച് പറയാൻ നമ്മൾ ചുരുക്കി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവരുടെ മൊയ്സത്തുകളെ കുറിച്ച് ഹബീബ് ഇബ്നു ഫുദൈഖ് എന്ന് പറഞ്ഞ മഹാനെ കുറിച്ച് മറ്റൊരു സംഭവം, ഹബീബ് ഇബ്നു ഫുദൈഖ് എന്നും ഹബീബ് ഇബ്നു ഫുറൈഖ് എന്നും അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്, ഫുദൈഖ് ഔ ഫുറൈഖ്. അന്ന അബാഹു, അദ്ദേഹത്തിന്റെ പിതാവ്, ബിയല്ലതൈനാഹു, കണ്ണുകൾ വെള്ളയായി എന്ന് പറഞ്ഞാൽ തിമിരം ബാധിച്ചിട്ട് കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിട്ട് കണ്ണാകെ വെളുത്ത് കലങ്ങി. ഫഖാനലായി ബിസർഹിമാഷി, ഒന്നും കാണാൻ കഴിയാത്ത വിധത്തിൽ കണ്ണുകൾ മുഴുവനും അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നിശേഷം നഷ്ടപ്പെട്ടു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഐനിഹി, അവനവിധങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒന്ന് ഊതി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫഅബ്സറ, അദ്ദേഹത്തിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. ഫറഅയ്തുഹു യുദ്ഖിലു, പിന്നീട് അദ്ദേഹത്തിന് പറയാം, ഈ മനുഷ്യന്റെ അവസ്ഥ പറയാൻ, ഫഅബ്സറ ഫറഅയ്തുഹു യുദ്ഖിലുൽ ഖൈത ഫിൽ ഇബ്റ വഹുവ ഇബ്നു 80 വയസ്സ് തികഞ്ഞ ശേഷവും ഈ മനുഷ്യൻ അദ്ദേഹം സൂചിക്കുഴയിൽ നൂല് പ്രവേശിപ്പിക്കുന്നത് ഞാൻ കണ്ടു. സൂചിയുടെ ചെറിയ കുഴയായിരിക്കുമല്ലോ സൂചിക്കുഴ എന്ന് പറഞ്ഞ സൂചിന്റെ ഹോള്, സൂചിയുടെ ഹോളിൽ അദ്ദേഹം നൂല് പ്രവേശിപ്പിക്കുന്നത് ഞാൻ കാണുമായിരുന്നു 80 കഴിഞ്ഞിട്ട്. 80 വയസ്സൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരുടെ കണ്ണും പോവും. അന്ന് കണ്ണടയോ മറ്റു സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത കാലമല്ലേ. എന്നാൽ 80 വയസ്സ് തികഞ്ഞ ശേഷവും വളരെ സുഖമായി അനായാസേന സൂചിക്കുഴക്കകത്ത് അദ്ദേഹം നൂൽക്കുന്നത് അല്ലെങ്കിൽ നൂല് പ്രവേശിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് റാവി പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മുഅ്ജിസത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കിട്ടിയ ആ കാഴ്ച ശക്തി പ്രായം 80 കഴിഞ്ഞിട്ടും അത് ഉജ്ജ്വലമായി നിന്നു എന്നർത്ഥം. അതുപോലെ കുൽസൂം ബിൻ ഹുസൈൻ എന്നവർ പറയാം, യൗമ ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് അമ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ അമ്പേറ്റു. റൂമിയ കുൽസൂം ബിൻ ഹുസൈൻ യൗമ ഉഹദിൻ ഫീ നഹരി, അദ്ദേഹത്തിന്റെ നെഞ്ചുഭാഗത്ത് ഏറ് കിട്ടി. ഫബസഖ റസൂലുള്ളാഹി, അപ്പൊ നെഞ്ചുഭാഗത്ത് അമ്പ് വന്ന് വീഴുമ്പോൾ വലിയ മുറിവുണ്ടാവുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമിനീര് പുരട്ടി. ഫബറഅ, അദ്ദേഹത്തിന്റെ ആ വ്രണം, അവിടെയുള്ള മുറിവ് അത് പൂർണ്ണമായും അത് ശിഫയായി. അതുപോലെ മറ്റൊരു സംഭവം പറയാം, അബ്ദുല്ലാഹി ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സഹാബിയുടെ ശരീരത്തിലുള്ള വലിയ ഒരു മുറിവിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയപ്പോ ഫലം തുമിദ്, ആ മുറിവ് ഒരിക്കലും തന്നെ നീണ്ടു നിന്നില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശിഫയായി, പൂർണ്ണമായും ആ വ്രണം ഉണങ്ങി. അതുപോലെ തന്നെ ഖൈബർ യുദ്ധത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾക്ക് വലിയ ചെങ്കണ്ണ് ബാധിച്ചു. അദ്ദേഹത്തിന് ഒന്നും കാണാൻ പറ്റാത്ത സ്ഥിതിയായി, സൂര്യപ്രകാശത്തിലേക്ക് നോക്കാൻ പറ്റാത്ത സ്ഥിതിയായി. അദ്ദേഹത്തിനാണെങ്കിലോ ഖൈബർ യുദ്ധത്തിൽ വലിയ നായകത്വ പദവി ഉണ്ടല്ലോ, വക്കാന റമിദ ഫാസ്ബഹ ബാരിയ, അദ്ദേഹത്തിന്റെ റമദ് എല്ലാം പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് തട്ടിയപ്പോൾ പൂർണ്ണമായും ശിഫയായി. അതുപോലെ ഖൈബർ യുദ്ധത്തിൽ തന്നെ സലമത്ത് ബിൻ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ സഹാബിയുടെ തണ്ടങ്കാലിൽ, അദ്ദേഹത്തിന്റെ കാലിൽ വലിയൊരു വെട്ടേറ്റപ്പോ അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമിനീര് പുരട്ടിയപ്പോ ഫബരിഅത്, പൂർണ്ണമായും അദ്ദേഹത്തിന് സുഖമായി. അദ്ദേഹത്തിന്റെ കാലിന്റെ ആ സാക്കിലെ ആ മുറിവ് പൂർണ്ണമായും സുഖമായി. അതുപോലെ സെയ്ദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വന്ന മുറിവ് അദ്ദേഹത്തിന്റെ കാൽപാദം തൊട്ട് അദ്ദേഹത്തിന്റെ മടമ്പുകാല് വരെ വളരെ ഗുരുതരമായ മുറിവേറ്റപ്പോ ഇബ്നുൽ അഷ്റഫിനെ കൊന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും ഉമിനീര് പുരട്ടിയപ്പോ അത് പൂർണ്ണമായും ശിഫയായി. അതുപോലെ അലി റളിയല്ലാഹു ഇബ്നുൽ ഹക്കം എന്നവരുടെ ഖന്ദഖ് യുദ്ധത്തിന്റെ നാളിൽ അലി ഇബ്നുൽ ഹക്കം എന്നവരുടെ കാലിൽ കണങ്കാലിലേറ്റ മുറിവിലും നബി തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ഉമിനീര് പുരട്ടിയപ്പോ പൂർണ്ണമായും സുഖമായി. മക്കാനോ, അവിടെ വെച്ച് തന്നെ സുഖമായി. അദ്ദേഹത്തിന്റെ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുക പോലും ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം യോദ്ധാവാണ്. ഖന്ദഖ് യുദ്ധത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹം കുതിരപ്പുറത്തിരിക്കുന്ന സമയത്താണ്, ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്താണ് മുറിവേറ്റത്. നബിതങ്ങളുടെ ഉമിനീര് തേച്ചപ്പോ ആ ഒട്ടകപ്പുറത്തിൽ നിന്ന് കുതിരപ്പുറത്തിൽ നിന്ന് ഇറങ്ങുക പോലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ രോഗം സുഖമായി. ഇതൊക്കെ മോചിസത്തുകളാണ്. അതുപോലെ അല്ലാഹു തആല അൻഹുവിന് രോഗം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ശ്ഫിഹി വഅഫിഹി ثم ضربه برجله فمشتكى ذلك الوجع, അവിടുത്തെ കൈകാലുകൾക്ക് വലിയ വേദനയുണ്ടായി. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കാലുകൊണ്ട് ഒന്ന് തട്ടി അലി റളിയല്ലാഹു അൻഹുവെ ആ കാലിൽ, വേദനിച്ച കാലിൽ. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് പിന്നെ ഒരിക്കലും ആ വേദന ഉണ്ടായില്ല. ഫമഷ്തക ദാലികൽ വജഅ ബഅദു, അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് അലി റളിയല്ലാഹു അൻഹുവിന് ആ വേദന പിന്നെ തിരിച്ചു വന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു സംഭവം പറയാം, അബൂജഹൽ ബദർ യുദ്ധത്തിന്റെ നാളിൽ മുഅവ്വിദ് റളിയല്ലാഹു അൻഹു, മുഅവ്വിദ് ബിൻ അഫ്ര, അബൂജഹലിനെ കൊന്ന തലയിറത്ത കൂട്ടത്തിലുണ്ടല്ലോ, ആ മുഅവ്വിദ് ബിൻ അഫ്ര എന്നവരുടെ കൈ അബൂജഹൽ മുറിച്ചു. കൈ മുറിച്ചു മാറ്റിയപ്പോ ആ കൈ മുറിഞ്ഞു മാറ്റിയ കയ്യിനെങ്ങനെ താങ്ങിയെടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബസഖ അലൈഹി റസൂലുള്ളാഹി നബി തങ്ങൾ ഉമിനീര് പുരട്ടിയപ്പോ വൽസഖഹ, കയ്യിനെ മുറിഞ്ഞു മാറിയ ശരീരത്തിൽ നിന്ന് വേർപെട്ട കയ്യിനെ അവിടെ തന്നെ വെച്ചപ്പോ ഫലസിഖത്ത്, അവിടെ തന്നെ അത് ഒട്ടിച്ചേർന്നു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും
അത് സുഖമാവുകയും അദ്ദേഹത്തിന്റെ കൈയൊക്കെ പൂർണ്ണമായി പൂർവാവസ്ഥയിലെത്തുകയും ചെയ്തു. റവാഹു ഇബ്നു വഹബ് എന്നവർ ആ വിഷയം ഉദ്ധരിക്കുന്നു. അതുപോലെ ഹുബൈബ് ഇബ്നു യസാഫ് എന്ന് പറഞ്ഞ ഒരു സഹാബിയുടെ സംഭവം പറയാം. ഉസീബ യൗമ ബദർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്കൊപ്പം ബദറിൽ പങ്കെടുക്കുന്ന ആളാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. ബദറിൽ വലിയ പരിക്കേറ്റു. ബിദർബത്തിൻ ആതിഖി, അദ്ദേഹത്തിന്റെ പെരടിയിൽ അദ്ദേഹത്തിന്റെ പിറകുഭാഗത്ത് വലിയ ഒരു വെട്ടേറ്റപ്പോ ഹത്താ മാല ശഖുഹു ഫറദഹു റസൂലുള്ളാഹി വനഫത അലൈഹി ഹത്താ സഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഒന്നൂതി അദ്ദേഹത്തിന് പൂർണ്ണമായി സിഹത്ത് തിരിച്ചു കിട്ടി, പൂർണ്ണമായ ആരോഗ്യം തിരിച്ചു കിട്ടി. അതുപോലെ ഖസാം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് തന്റെ കുഞ്ഞിനെയും കൊണ്ടുവന്നു. സദിയ്യും ബിഹി ബലാഉൽ ലാ യതകല്ലം, ഒരിക്കലും സംസാര ശേഷിയില്ലാത്ത ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ഫൗതിയ ബിമായിൻ, കുറച്ച് വെള്ളം കൊണ്ടുവരപ്പെട്ടപ്പോൾ ഫമൽമലഫാഹു വഗസല യദൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. വെള്ളം കൊണ്ടുവന്നപ്പോൾ ആ വെള്ളം വായിലൊഴിച്ചു. എന്നിട്ട് ആ കയ്യും കഴുകി പിന്നെ ആ വെള്ളം ആ കുഞ്ഞിന് കൊടുത്തു. ആ കുഞ്ഞിന് കുടിക്കാൻ വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. ബിഹി, അതുപോലെ ആ വെള്ളം കുഞ്ഞിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കാനും കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കാനും അതുപോലെ തന്നെ ആ കുട്ടിയെ ഒന്ന് തളവാനും വേണ്ടി പറഞ്ഞപ്പോ ഗുലാമു, ആ കുഞ്ഞിന്റെ സംസാരശേഷി തിരിച്ചു കിട്ടി, രോഗം സുഖമായി. മറ്റുള്ള ജനങ്ങളുടെയൊക്കെ ബുദ്ധികളെ മറികടക്കുന്ന വിധം അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിലുള്ള നല്ല ഒരു ബുദ്ധിയുടെ ഉടമയുമായി ആ കുട്ടി സംസാരശേഷി തിരിച്ചു കിട്ടിയെന്ന് മാത്രമല്ല നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിയായി ആ കുഞ്ഞ് വളരുകയും ചെയ്തു എന്ന് ചരിത്രം പറയാം. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു സംഭവം, അഥവാ ഒരു ഭ്രാന്തനായ കുട്ടിക്ക് ഭ്രാന്തന്റെ ബുദ്ധി സ്ഥിരതയില്ല. അങ്ങനെയുള്ള കുഞ്ഞിനെ കൊണ്ടുവന്ന തങ്ങൾ ആ കുഞ്ഞിന്റെ നെഞ്ചകത്ത് ഒന്ന് മസ്ന ചെയ്തു. നെഞ്ചകം ഒന്നിങ്ങനെ നെഞ്ചിന്റെ മുകളിൽ ഒന്നിങ്ങനെ തടവി. അപ്പോ ആ കുഞ്ഞ് ഒരൊറ്റ ഛർദിച്ചു. ഒരു കറുത്ത അൽ ജറു എന്ന് പറഞ്ഞ നായക്കുട്ടിയുടെ ആകൃതിയിലുള്ള ഒരു സാധനം ആ കുഞ്ഞിന് ഛർദിച്ചു. അതോടുകൂടി ആ കുഞ്ഞിന്റെ അസുഖവും മാറി. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ ഹാത്തിബ് എന്ന് പറഞ്ഞ ഒരു സഹാബിയുടെ കൈയിന്റെ മുകളിൽ, അദ്ദേഹത്തിന്റെ കൈയിന്റെ മുകളിലായിട്ട് നല്ല തിളച്ചു മറിയുന്ന ഭക്ഷണ തെതിർ എന്ന് പറഞ്ഞ കലം, അത് മറിഞ്ഞു വീണു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഭക്ഷണം ഉണ്ട്. നല്ല ചൂടോടെ തിളച്ചു മറിയുന്ന ഭക്ഷണം അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് മറിഞ്ഞു വീണു. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ബഹുവത്തിഫിലുൻ, കുഞ്ഞായിരിക്കുമ്പോൾ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും ചൂടുവെള്ളമോ അതുപോലെ ചോറോ കറിയോ ഒക്കെ കുട്ടികളുടെ മേലിലാവുമല്ലോ. അങ്ങനെ സംഭവിച്ചു മുഹമ്മദ് ബിൻ ഹാത്തിബ് എന്ന് പറഞ്ഞ മഹാന്റെ മേലിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഫമസഹ അലൈഹി, നബി തങ്ങൾ ആ കുഞ്ഞിനെ ഒന്ന് തടവി, വദഅലഹു, പ്രാർത്ഥിച്ചു, വതഫല ഫീഹി, അതുപോലെ ഇവിടുത്തെ ഉമിനീരും ഒന്ന് പുരട്ടി, ഉടനടി എന്ന് പറഞ്ഞാൽ ഉടനടി വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ആ കുഞ്ഞിന്റെ അസുഖം, ആ കുഞ്ഞിന്റെ ആ വ്രണം അഥവാ തീപ്പൊള്ളൽ പൂർണ്ണമായും മാറി. എന്ന് പറയുന്നവരുടെ കയ്യിലുണ്ടായിരുന്നു സിലാത്ത് എന്ന് പറഞ്ഞാൽ ഇറച്ചി കഷ്ണം തൂങ്ങിയത്. അദ്ദേഹത്തിന്റെ കൈകളിൽ ഒരു ഇറച്ചി ഇങ്ങനെ തൂങ്ങിയ കഷ്ണം ഇതുണ്ടാകും. ചില ആളുകളുടെ കൈകാലുകളിലൊക്കെ ചിലപ്പോ ഇങ്ങനെ ഒരു ഇറച്ചി കഷ്ണം തൂങ്ങിക്കിടക്കുമല്ലോ. അതൊക്കെയുള്ള ഓരോ ശരീരത്തിന്റെ ഓരോ പ്രശ്നങ്ങളാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. തന്നാഹുൽ ഖബല അല സൈഫ്, യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ വാള് പിടിക്കാൻ വയ്യ, കാരണം കയ്യിൽ ഇറച്ചി കഷ്ണം തൂങ്ങിയതുകൊണ്ട്. അതുപോലെ വൈനാനിദ്ദാബ, ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ കയറുമ്പോൾ അതിന്റെ കടിഞ്ഞാണ് പിടിക്കാൻ വയ്യ, കാരണം കയ്യിൽ ഇറച്ചി കഷ്ണം തൂങ്ങിയതുകൊണ്ട്. അപ്പൊ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞു. നബിതങ്ങളോട് പരാതി പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടുണ്ട് ഈ സിറാത്ത് കൊണ്ട്, ഈ സായിദായ ഈ തൂങ്ങിയ ഇറച്ചി കഷ്ണം തൂങ്ങിയത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫമാസ അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ കഫ് കൊണ്ട് അതിനെ ഇങ്ങനെ തടവിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ അമർത്തിക്കൊണ്ടിരുന്നു. ഹത്താ റഫാഹ, അങ്ങനെ അത് പൂർണ്ണമായും അതങ്ങ് ഇല്ലാതെയായി പോയി. വലം യബഖൽഹ അസർ, അതിന്റെ ഒരു അസർ പോലും, അങ്ങനെ ഒരു ഇറച്ചി കഷ്ണം, ഒരു സായിദായ ഒരു ഇറച്ചി കഷ്ണം തൂങ്ങിയിരുന്നതിന്റെ ഒരു അടയാളം പോലും ബാക്കിയാവാത്ത വിധം പൂർണ്ണമായും അദ്ദേഹത്തിന് സാധാരണ പോലെയുള്ള അവസ്ഥ തിരിച്ചു കിട്ടി. അതുപോലെ മറ്റൊരു സംഭവം പറയാം, അത്ഭുതകരമായ മറ്റൊരു മുഅ്ജിസത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പൊ ഒരു പെൺകുട്ടി നബി തങ്ങൾ എന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജാരിയത്ത് വന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ എന്ന് ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ ഭക്ഷണം വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുമ്പിലുള്ള ഭക്ഷണം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെൺകുട്ടിക്ക് കൊടുത്തു. വഖാലത്ത് ഖലീലത്തുൽ ഹയാ, ആ കുട്ടിയുടെ പ്രകൃതം ഹയാവൊക്കെ കുറച്ച് കുറവായിരുന്നു ആ കുട്ടിക്ക്. എന്ത് കാര്യം ഹയാവ് പറഞ്ഞു പറഞ്ഞാൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം, അസഭ്യമായ കാര്യം ചെയ്യും, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട അങ്ങനെയുള്ള അർത്ഥത്തിലല്ല, അതുണ്ടാവില്ലല്ലോ. ഹയാവ് കുറച്ച് കുറവാണ്, പെട്ടെന്നെല്ലാം തുറന്നു പറയാം, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രകൃതമാണ്. ആ കുട്ടി എന്ത് പറഞ്ഞു? ഇന്നമാ ഉരീദുമിനൽ ലദീ ഫീ ഫീക, നിങ്ങളെ മുമ്പിലുള്ള ഭക്ഷണം അല്ല എനിക്ക് വേണ്ടത്, നിങ്ങളെ വായുള്ളത് വേണമെന്ന് പറഞ്ഞു.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫനാവലഹ മാ ഫീഹി, നബിതങ്ങൾ മാ ഫീഹി നബിതങ്ങളുടെ വായിലുള്ളത് തന്നെ എടുത്തിട്ട് ആ കുഞ്ഞിന് കൊടുത്തു. സമയം മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പെൺകുട്ടി ഖലീലത്തുൽ ഹയാവ് കുറച്ച് കുറവുള്ള പ്രകൃതക്കാരിയാണ്. ആ കുട്ടി വന്നിട്ട് എനിക്ക് ഭക്ഷണം തരണം, അങ്ങ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? തന്റെ മുമ്പിലുള്ള തലകയിൽ നിന്ന് പാത്രത്തിൽ നിന്ന് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ആ കുഞ്ഞിന് കൊടുത്തു, ആ മോൾക്ക് കൊടുത്തു. അപ്പൊ ആ മോള് ഖലീലത്തുൽ ഹയ ആണെന്ന് പറഞ്ഞല്ലോ, ലജ്ജ കുറച്ച് കുറവുള്ള പ്രകൃതക്കാരിയാ. കുട്ടി പറഞ്ഞു അതുപോലെ എനിക്ക് അങ്ങയുടെ വായിലുള്ളത് തന്നെ വേണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിലങ്ങിയൊന്നുമില്ല, നോ പറഞ്ഞില്ലാന്നർത്ഥം. ആ വായിലുള്ളത് എടുത്തിട്ട് നബിതങ്ങളുടെ തിരുവായിലുള്ള ആ ഭക്ഷണം എടുത്തിട്ട് ആ കുഞ്ഞിന് കൊടുത്തു, മോൾക്ക് കൊടുത്തു. എന്നിട്ട് പറയാം വലം യകുൻ യുസ്അലു ഷൈഅൻ ഫയംനഉഹു, നബിതങ്ങളുടെ പ്രകൃതം സ്വഭാവം തന്നെ അങ്ങനെയാണല്ലോ. മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി എന്ന് പറഞ്ഞ പോലെ ലൗല തശഹുദു കാനത് ലഹു നഅമു എന്നൊരു കവി വേറെ ഒരു വ്യക്തിയെ കുറിച്ച് പറയാം. അലിയും സൈനുൽ ആബിദീൻ തങ്ങളെ കുറിച്ച് ഫറസക്ക് പാടി എന്ന് പറഞ്ഞില്ലേ, സാന്ദർഭികമായി പറഞ്ഞത്. ഒന്നിനെ കുറിച്ച് നോ എന്ന് പറയാൻ ശീലമില്ലാത്തവരൊക്കെ യെസ് യെസ് എന്നുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതം ഫലം യകുൻ യുസ്അലു ഷൈഅൻ ഫയംനഉഹു, എന്ത് ചോദിച്ചാലും നോ എന്ന് ഇല്ലെന്ന് നബി തങ്ങൾക്ക് പറഞ്ഞു ശീലമല്ലല്ലോ. അപ്പൊ വായിലിരിക്കുന്ന ഭക്ഷണം തന്നെ തരൂ എന്ന് പെൺകുഞ്ഞ് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിക്ക് അത് കൊടുത്തു. ഫലമ്മാ ഇസ്തഖറ ഫീ ജൗഫിഹാ, അത്ഭുതം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവായിലുള്ള ഭക്ഷണം ആ കുട്ടിക്ക് കൊടുത്തു. അതാ കുട്ടി വാങ്ങിക്കഴിച്ചു, ആ പെൺകുട്ടി വാങ്ങിക്കഴിച്ചു. ആ ഭക്ഷണം ആ പെൺകുട്ടിയുടെ വയറ്റിലെത്തിയപ്പോൾ ഇസ്തഖറ ഫീ ജൗഫിഹാ ഉൽഖിയ അലൈഹാ മിനൽ ഹയാ, അതോടുകൂടി ആ പെൺകുട്ടിയുടെ പ്രകൃതം തന്നെ മാറി. അവിടെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അതുവരെ ഖലീലത്തുൽ ഹയാ ആയിരുന്ന, ജീവിതത്തിൽ ഹയാവ് കുറച്ച് കുറവുണ്ടായിരുന്ന ആ കുട്ടി നബിതങ്ങളുടെ വായിലുള്ള ആ ഭക്ഷണത്തിന്റെ ബറക്കത്ത് കാരണം ആ ഭക്ഷണത്തിന്റെ അംശം അത് വയറ്റിലെത്തിയതോടുകൂടി ഉൽ ഖയാലിഹാ മിനൽ ഹയായിൽ നിന്ന് ആ കുട്ടിയുടെ മേൽ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ഹയാന്റെ ആൾ രൂപമായി. മാലം തകുൻ ഇംറാത്തുൻ ബിൽ മദീനത്തി അശദ്ദ ഹയാഅൻ മിൻഹാ, അതോടുകൂടി പിന്നെ ആ മദീനയെ തന്നെ നമ്പർ 1 ലജ്ജാവതിയായി അവര്. അത്രത്തോളം ലജ്ജുള്ള ഒരു പെണ്ണ് പിന്നെ മദീനയിൽ വേറല്ല, അത്രയും ഹയ ആയി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശദ്ദന്നാസി ഹയാൻ എന്ന് പറഞ്ഞല്ലോ, വേറെ ഹദീസിൽ നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാനെ വർണ്ണിച്ചുകൊണ്ട് സഹാബിമാർ പറയാ കാന റസൂലുള്ളാഹി അശദ്ദന്നാസി ഹയാൻ, നബി തങ്ങൾ ജനങ്ങളിൽ ഏറ്റവും ഹയാ ഉള്ള ആളാ. എത്രത്തോളം? ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അശദ്ദ ഹയാൻ മിനൽ അദറാഇ ഫി ഖിദ്രിഹ, കന്യകയായ പുതുമണവാട്ടി, കന്യകയായ പുതുമണവാട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അവർക്ക് ആദ്യ നാളുകളിൽ അവരുടെ മണിയറയിൽ ഇരിക്കുമ്പോൾ ഒരു കുറവും ഹയാവൊക്കെ ഉണ്ടാവുമല്ലോ. ആ ഹയാവിനേക്കാൾ വലിയ ഹയാ ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിലുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഹയാലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായിലുള്ള ഭക്ഷണം ഈ പെൺകുട്ടിയുടെ വയറ്റിലെത്തിയതോടുകൂടി മദീനയിലെ തന്നെ ഏറ്റവും വലിയ ലജ്ജാവതിയായ പെണ്ണായി അവർ മാറി എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. സല്ലല്ലാഹു അലാ സയ്യിദനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി വസല്ലം.